എന്താ സാധനം എന്താ പപ്പായ? പപ്പായ അത് 2 പൗണ്ട് 2 പൗണ്ട് ഇതിന്. നാട്ടില് നമ്മള് വെറുതെ മരത്തിൽ ഇതിന് മുകളിൽ പറിച്ച് കഴിക്കുന്ന സാധനം. വവ്വാല് പോലും എടുക്കത്തില്ല. 200 രൂപ അല്ലേ? ഹലോ ഗൈസ്, ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മോറിസണിലാണ്. അപ്പം മോറിസണിൽ നമ്മൾ ആൽദിയിലും പോകുന്നുണ്ട്. അപ്പം ഡെയിലി നമ്മൾ എന്തൊക്കെയാണ് വാങ്ങുന്ന കാര്യങ്ങളുടെ പ്രൈസ് കമ്പാരിസൺ ആണ് ഗൈസ്. അപ്പം ആൽദി ആണോ അല്ലെങ്കിൽ മോറിസൺ ആണോ, ഏതാണ് ചീപ്പസ്റ്റ്, അതാണ് ഈ വ്ളോഗിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൺ. വാട്ടർമെലൺ നാട്ടിലെത്ര അതിന്? നാട്ടില് ഞാൻ വരുമ്പോ കിലോന് എത്രയാവും? 30 രൂപ. ഇതിന് 350, അതായത് ഒരു നാട്ടില് 400 രൂപ വരും. എന്താല്ലേ ഇതിന് ആദ്യം എത്ര ആണാവോ? നീ എപ്പോഴും കൂടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടാ? ചിക്കൻ ബോക്സ് പിടിച്ചപ്പോ കഴിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൽദിയില് വാട്ടർമെലൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 2.99 ഗൈസ്. നമ്മൾ മോറിസണിൽ നോക്കിയത് 350 ആയിരുന്നു. അപ്പോൾ ഇവിടെ 50 pence കുറവാണ്. അപ്പം വാട്ടർമെലൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൽദിയാണ് ലാഭം. അരിയാഹാരം കഴിക്കാത്ത മലയാളികൾ ആരില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് ബസ്മതി റൈസിൻ്റെ പ്രൈസാണ് ഗൈസ്. 1.79, അതായത് 1.79 പൗണ്ട്സ് ആണ് 1 kg ബസ്മതി റൈസിന് വരുന്നത്. ആദ്യം എത്രയാണെന്ന് നോക്കാം. എന്താ വ്യത്യാസം? സെയിം പ്രൈസാണ്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതാണ് ബെറ്റർ. അപ്പം പീയൂഷ് റെഗുലർ കസ്റ്റമറാണ് ഇതിൻ്റെ. അപ്പം അവൻ പറയുന്നത് ബസ്മതി ഫ്രം ആൽദിയാണ് ബെറ്റർ എന്നാണ് ഗൈസ്. ഓക്കെ, പിന്നല്ല പുകച്ച ഗാർലിക് എന്താ ഇതിനെ പൈസ? 1 പൗണ്ടാ? ഇങ്ങനത്തെ 4 88 pence ഉള്ളൂ, അതിന് 1 പൗണ്ടാ? ഇത് വേണോ നമുക്ക്? വേണം. ഓക്കെ, ഗാർലിക് ഗൈസ് സെയിം പ്രൈസാണ്, 88 pence. പക്ഷെ അവിടെ മോറിസണിൽ കുറച്ചും കൂടി വലിപ്പമുള്ളതായി തോന്നി. അപ്പം തൂക്കം ലാഭമല്ലേ? പക്ഷേ നീ ക്യാരറ്റ്സ് മേടിക്കാൻ വരികയാണെങ്കിൽ ആൽദിയിൽ വരുമോ അല്ലെങ്കിൽ മോറിസണിൽ വരുമോ? എവിടെയാണെന്നാലും സെയിം അല്ലേ? എടാ, ഇവിടെ വന്നാൽ എനിക്ക് ചെറുതേ കിട്ടുള്ളൂ, അവിടെ വന്നാൽ വലുത് കിട്ടും. ചെറുതാണെങ്കിൽ കുറേ അല്ലേ? പക്ഷെ തൂക്കം സെയിം അല്ലേ? അതിനെ കുറേ ഉണ്ടാവില്ലേ? എടാ 1 kg ആകുമ്പോ സെയിം തന്നെ. പക്ഷെ ഞാനിപ്പോ ഒരു ക്യാരറ്റേക്ക് ചെറിയൊരു ഭാഗം എടുക്കുള്ളൂ. അപ്പൊ എനിക്ക് മറ്റേ ക്യാരറ്റ് ആണെങ്കിൽ പകുതി മുറിച്ചിട്ട് പകുതി ബാധിച്ച് വെക്കണ്ടേ? ഇതാകുമ്പോ ഒന്ന് മൊത്തമായിട്ട് എടുത്താൽ മതിയല്ലോ. ബുദ്ധി പോയി നോക്കുവന്റെ. അപ്പൊ പീയൂഷിനെ പോലത്തെ ആൾക്കാർ ആൽദി പ്രിഫർ ചെയ്യാം. 1.9 kg ചിക്കൻ, ഹോൾ ചിക്കൻ 5.29 പൗണ്ടാണ് വരുന്നത്. അപ്പോൾ സെയിം വലിപ്പമുള്ള ചിക്കൻ, അതായത് സെയിം വെയിറ്റ് 1.9 kg വെയിറ്റ് ഉള്ള ചിക്കനാണ് നമ്മൾ അവിടുന്ന് എടുത്തത്. അപ്പോൾ പ്രൈസ് നോക്കുമ്പം ഇവിടെ വരുന്നത് 4.79 ആണ്. അതായത് ആൽദിയിൽ വരുന്നത് 4.79ഉം മോറിസണിൽ വരുന്നത് 5.29 ആണ്. ഗൈസ് നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു 50 pence ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പം ചിക്കൻ നമുക്ക് ആൽദിയാണ് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സൺഫ്ലവർ ഓയിലും അതുപോലെ വെജിറ്റബിൾ ഓയിലും. സൺഫ്ലവർ ഓയിൽ വരുന്നത് 5.97, വെജിറ്റബിൾ ഓയിലാണെങ്കിൽ 5 pounds, അതായത് 2-3 ലിറ്റേഴ്സാണ്. 3 ലിറ്റർ ഓയിൽസിന് ഇത്രയും പ്രൈസ്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഒലീവ് ഓയിൽസ് ഉണ്ട്, അതുപോലെ വെർജിൻ ഓയിൽ, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. കുപ്പിയിലൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് തന്നെ പറയുന്നില്ല. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ നമുക്കിവിടെ ചെറിയ ഓപ്ഷൻസ് ആണുള്ളത്, അതായത് 1 ലിറ്ററിൻ്റെ ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് മോറിസണിൽ അവിടെ 3 ലിറ്റേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 3 എണ്ണം വാങ്ങുകയാണെങ്കിലും, ഓരോന്നും നമ്മൾ 3 എണ്ണം വെച്ച് വാങ്ങുകയാണെങ്കിലും നമുക്ക് ആൽദിയാണ് ലാഭം വരുന്നത്. ഒന്നിന് 1.45, അതായത് 150 റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പം 3 എണ്ണം നമ്മൾ വെച്ച് വാങ്ങുകയാണെങ്കിലും ആൽദിയാണ് ഗൈസ് ലാഭം. കുക്കുംബറിന് മോറിസണിൽ എത്ര വരുന്നത് വെച്ചാൽ 99 pence. ആൽദിയിൽ എത്ര നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആൽദിയിൽ കുക്കുംബറിന് ചെറുതിന് സെയിം പ്രൈസാണ്, മോറിസണിലുള്ള അതേ പ്രൈസാണ്. പിന്നെ കുറച്ച് വലുതിന് 1.09. അപ്പം അതാണ് വ്യത്യാസം ഗൈസ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, വലുതെടുക്കാം ചെറുതെടുക്കാം. നല്ല ഓപ്ഷനാണ്.
3.4 ലിറ്റർ മിൽക്ക് അതിന് വരുന്നത് 240 ആണ്. സെയിം പ്രൈസാണ് ആൽദിയിലും മോറിസണിലും വരുന്നത്. ബട്ട് ഇത് സെമി സ്കിംഡ് മിൽക്കാണ്. നമ്മൾ അവിടെ നോക്കിയിരുന്നത് മോറിസണിൽ നോക്കിയിരുന്നത് നോർമൽ ഹോൾ മിൽക്കായിരുന്നു. അപ്പം ഹോൾ മിൽക്കിന് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ചെറിയതാണ്. അതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ 1.65. 2.2 ലിറ്ററിന് വരുന്നത് 1.65. ഓക്കെ. എൻ്റെ മോറിസണിൽ കുറേ എഗ്സിൻ്റെ കളക്ഷൻ ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് നോക്കുന്നത് 12 മീഡിയം ഫ്രീ റേഞ്ച് എഗ്സ്. അപ്പോൾ അതിന് വരുന്നത് എത്രയാണ്, പ്രൈസ് എത്രയാണ്? 2.8. 280 ആണ് ഇതിന് വരുന്ന പ്രൈസ്. അപ്പോൾ ഇതേ സാധനം നമുക്ക് ആൽദിയിൽ നമുക്ക് നോക്കാം എത്രയാവുന്നത്. ഓക്കെ. ഇപ്പോൾ സെയിം എഗ്സ് ആണ് നമ്മളെടുത്ത്. പ്രൈസ് വരുന്നത് 250 ആണ്. അതായത് നമുക്കൊരു 30 പെൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മോറിസണും ആൽദിയാണ് 30 പെൻസ് ലാഭം. അപ്പോൾ ഗൈസ്, ആൽദി മോറിസൺ ഷോപ്പിംഗ് നമ്മൾ കഴിഞ്ഞു. അപ്പം രണ്ടും നമ്മൾ ഏകദേശം സെയിം സാധനങ്ങൾ. അപ്പോൾ ആൽദിയിൽ നിന്ന് എടുത്തു, മോറിസണിൽ നിന്ന് എടുത്തു. അപ്പം ഏകദേശം നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും പ്രൈസ് ഏകദേശം ചില സാധനങ്ങൾക്ക് സെയിം ആണ്. പക്ഷേ ചില വ്യത്യാസമുള്ള സാധനങ്ങളിൽ നമുക്ക് പ്രൈസ് കുറവ് കാണുന്നത് ആൽദിയിലാണ് ഗൈസ്. അപ്പം നമ്മളെപ്പോലുള്ള മലയാളീസ് UK നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽദി പ്രിഫർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്നുവെച്ചാൽ ചില ഐറ്റംസ് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ പ്രൈസ് ആൽദിയിൽ വളരെ കുറവാണ്. അപ്പോൾ ഗൈസ്, അപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യാറ്, അതുപോലെ നിങ്ങളെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സിസ്റ്റാല മല്ലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്.